വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷനാണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം 7 സെമിസ്റ്റർ NDDS എന്ന സബ്ജക്റ്റിൽ പോളിമേഴ്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് പോളിമേഴ്സ്? മോണോമേഴ്സ് കൂടിച്ചേർന്നുണ്ടാവുന്ന വെരി ലാർജ് മോളിക്യൂൾസിനെയാണ് പോളിമേഴ്സ് എന്ന് പറയാം. ദേ ആർ വെരി ലാർജ് മോളിക്യൂൾ മെയ്ഡ് അപ്പ് ഓഫ് റിപ്പീറ്റിംഗ് സ്ട്രക്ചറൽ യൂണിറ്റ്സ് കോൾഡ് മോണോമേഴ്സ്. ഈ പോളിമേഴ്സ് എന്ന വേർഡ് വന്നിരിക്കുന്നത് ഗ്രീക്ക് വേർഡ് എന്നാണ്. പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നാണ് അർത്ഥം, മെറോസ് എന്ന് പറഞ്ഞാൽ പാർട്സ് എന്നാണ് അർത്ഥം. ഇതിൻ്റെ സിനോണിം പ്ലാസ്റ്റിക് എന്നാണ് പറയുക. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് പോളിമറൈസേഷൻ എന്നൊരു പ്രോസസ്സ് വഴിയാണ്. അതായത് മോണോമേഴ്സ് ജോയിൻ ചെയ്തിട്ട് ലോങ് ചെയിൻ ഫോം ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുക. അപ്പോൾ പോളിമേഴ്സ് എന്താന്ന് പറഞ്ഞു? ഗ്രീക്ക് വേർഡ് എന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. പോളി എന്ന് പറഞ്ഞാലും മെറോ എന്ന് പറഞ്ഞാലും എന്താന്ന് പറഞ്ഞു. അതിൻ്റെ സിനോണിമും ഫോർമേഷൻ പോളിമറൈസേഷൻ എന്നൊരു പ്രോസസ്സ് വഴിയാണ് അത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്നും പറഞ്ഞു. ഇനി പോളിമേഴ്സിൻ്റെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? കെമിക്കലി ഇനേർട്ട് ആയിരിക്കണം. ഡ്രഗുമായിട്ടോ അല്ലെങ്കിൽ വേറെ ബോഡി ഫ്ലൂയിഡ്സോ ആയിട്ടോ അത് റിയാക്ട് ചെയ്യാൻ പാടില്ല. കെമിക്കലി ഇനേർട്ട് ആയിരിക്കണം. നോൺ ടോക്സിക് ആയിരിക്കണം. ബയോ കോമ്പാക്റ്റബിൾ ആയിരിക്കണം. ഇറിറ്റേഷനോ ഇമ്മ്യൂൺ റെസ്പോൺസോ ഒന്നും അത് കോസ് ചെയ്യാൻ പാടില്ല. ബയോഡീഗ്രേഡബിൾ ആയിരിക്കണം. അതായത് നമ്മുടെ ബോഡിയിലോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിലോ അത് സേഫായിട്ട് ബ്രേക്ക് ആയി പോകണം. എൻവയോൺമെൻറ്റുമായിട്ട് കോമ്പാക്റ്റബിൾ ആയിരിക്കണം. എക്കോ ഫ്രണ്ട്ലി ഡിസ്പോസലായിരിക്കണം അതിനുണ്ടാവേണ്ടത്. പിന്നെ ഫാബ്രിക്കേഷൻ ഈസി ആയിരിക്കണം. ഇൻഎക്സ്പെൻസീവ് ആയിരിക്കണം. ഗുഡ് ഡ്രഗ് പോളിമർ ലിങ്കേജ്. ഡ്രഗ് പോളിമർ ലിങ്കേജ് എപ്പോഴും നല്ലതായിരിക്കണം. അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ഡ്രഗ് ഇൻകോപ്പറേഷനും കൺട്രോൾഡ് റിലീസൊക്കെ ആയിരിക്കണം. ഇതൊക്കെയാണ് പോളിമേഴ്സിൻ്റെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ്. പോളിമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിനും ബേസ് ചെയ്തിട്ടും പോളിമേഴ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ സോഴ്സിനെ ബേസ് ചെയ്തിട്ട് നാച്ചുറൽ പോളിമേഴ്സ്, സെമി സിന്തറ്റിക് പോളിമേഴ്സ്, സിന്തറ്റിക് പോളിമേഴ്സ്. നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ മെറ്റീരിയൽസ് എന്നാണ് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് സെല്ലുലോസും വൂളും. സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ മെറ്റീരിയൽസ് നിന്ന് ഡിറൈവ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കെമിക്കലി മോഡിഫൈ ചെയ്തിട്ടുമുണ്ട്. എക്സാമ്പിളാണ് റയോൺ. സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻസ് വഴിയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. എക്സാമ്പിളാണ് പോളിസ്റ്ററും പോളി എത്തിലിനും. അപ്പോൾ ഇതാണ് ബേസ്ഡ് ഓൺ സോഴ്സ്, നാച്ചുറൽ പോളിമേഴ്സ്, സെമി സിന്തറ്റിക് പോളിമേഴ്സ് ആൻഡ് സിന്തറ്റിക് പോളിമേഴ്സ്. അടുത്തത് ബേസ്ഡ് ഓൺ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് ലീനിയർ പോളിമേഴ്സ്, ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ്, ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്. ലീനിയർ പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോണോമേഴ്സ് ജോയിൻ ചെയ്തിട്ട് പോളിമേഴ്സ് ഉണ്ടാവുക നമ്മൾ പറഞ്ഞു. അപ്പോൾ മോണോമേഴ്സ് ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ലീനിയർ പോളിമേഴ്സ് എന്ന് പറയും. എക്സാമ്പിളാണ് പോളി എത്തിലിൻ, പോളി വിനാൽ ക്ലോറൈഡ്. ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോമേഴ്സ് ബ്രാഞ്ച്ഡ് സ്ട്രക്ചർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിളാണ് ലോ ഡെൻസിറ്റി പോളി എത്തിലിൻ, LDPE. ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് ഉണ്ട്. അതായത് കോവാലൻ ബോണ്ട് വഴി ഒരു 3D നെറ്റ്വർക്ക് ആയിട്ടാണ് മോണോമേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ബാക്ക്ലൈറ്റ്. അപ്പോൾ ഇവിടെ എല്ലാത്തിൻ്റെയും ഓരോ ഫിഗറും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫിഗറും വരച്ച് വയ്ക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോളിമറൈസേഷൻ. പോളിമറൈസേഷൻ്റെ മോഡിനനുസരിച്ച് ഹോമോ പോളിമേഴ്സ് ഉണ്ട്, കോ പോളിമേഴ്സ് ഉണ്ട്. ഹോമോ പോളിമർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് മോണോമർ കൊണ്ടുണ്ടാക്കിയതാണ്. അതിന് ഐഡൻറ്റിക്കൽ ബോണ്ടിങ് ലിങ്കേജ് ആയിരിക്കും. എക്സാമ്പിളാണ് പോളി പ്രൊപ്പിലിനും പോളി എത്തിലിനും. കോ പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ ഡിഫറെൻറ്റ് മോണോമേഴ്സ് യൂസ് ചെയ്തിട്ട് അതിനെ പോളിമറൈസ് ചെയ്തിട്ട് ഫോം ചെയ്തിട്ടുള്ള പോളിമേഴ്സ് ആണ് കോ പോളിമേഴ്സ്. എക്സാമ്പിളാണ് ബ്യൂണ എസ്. അതായത് സ്റ്റൈറിൻ, ബ്യൂട്ടാഡൈൻ, റബ്ബറാണ്. അതിന് ഫിഗർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ മോളിക്കുലർ ഫോഴ്സസ്. മോളിക്കുലർ ഫോഴ്സസിനെ ബേസ് ചെയ്ത് എലാസ്റ്റോമേഴ്സ്, തെർമോസെറ്റിംഗ് പോളിമേഴ്സും തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സും. എലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലെക്സിബിൾ ആയിരിക്കും. സ്ട്രെസ്സ് കൊടുക്കുന്ന സമയത്ത് അത് ഡീഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ആ സ്ട്രെസ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറിജിനൽ ഷേപ്പിലോട്ട് മാറുന്നുമുണ്ട്. എക്സാമ്പിളാണ് റബ്ബറും നിയോപ്രിനും. തെർമോസെറ്റിംഗ് പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ചെയ്തതിന് ശേഷം അത് പെർമനൻ്റ്ലി ഹാർഡ് ആവുന്നുണ്ട്, റീമോൾഡ് ചെയ്യാൻ സാധിക്കില്ല. എക്സാമ്പിളാണ് അൺസാച്ചുറേറ്റഡ് പോളിയെസ്റ്റർ റെസിൻസും ബാക്ക്ലൈറ്റും. തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ചെയ്യുമ്പോൾ സോഫ്റ്റൻ ചെയ്യാനും കൂൾ ചെയ്യുമ്പോൾ ഹാർഡൻ ചെയ്യാനും സാധിക്കും. അതിന് നമുക്ക് റീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. എക്സാമ്പിളാണ് പോളി എത്തിലിനും നൈലോൺ, PVC. അതിൻ്റെ ഫിഗേഴ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സിൽ വരുന്നത്. അതായത് ബേസ്ഡ് ഓൺ സോഴ്സ് ഉണ്ട്, ബേസ്ഡ് ഓൺ സ്ട്രക്ചർ, ബേസ്ഡ് ഓൺ പോളിമറൈസേഷൻ, ബേസ്ഡ് ഓൺ മോളിക്കുലർ ഫോഴ്സസ്. 4 ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ആണ്. പോളിമേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൺട്രോൾഡ് മെഡിക്കേഷൻ ഡെലിവറി റാപ്പിഡ്ലി ഗ്രോ ചെയ്യുന്നൊരു ടൈമാണ്. അതായത് ഓവർ ലാസ്റ്റ് 4 decades ആയിട്ട് ഈ കൺട്രോൾഡ് മെഡിക്കേഷൻ ഡെലിവറി ഇപ്പോൾ വളരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി പ്രോമിസിംഗ് ആണ് ഫോർ കൺട്രോൾഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഡ്യൂ ടു അട്രാക്റ്റീവ് ആൻഡ് ഫ്ലെക്സിബിൾ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ പോളിമേഴ്സിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ അത് കൺട്രോൾഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന് സ്യൂട്ടബിൾ ആണ്. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് സ്യൂട്ടബിൾ ആണ്. കെമിക്കൽ മോഡിഫിക്കേഷൻ അത് പൊട്ടൻഷ്യലാണ്. പിന്നെ ഇതിന് ലീനിയർ ആയിട്ടോ ബ്രാഞ്ചഡ് പോളിമേഴ്സ് ചെയിൻസ് ആയിട്ടോ ഒക്കെ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഒന്നെങ്കിൽ ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് ആയിട്ട് അത് ഫംഗ്ഷൻ ചെയ്യും, അല്ലെങ്കിൽ ഡ്രഗ് മോളിക്യൂൾസിന് ഇനേർട്ട് കാരിയേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ആൻഡ് സസ്റ്റെയിൻഡ് ആൻഡ് റിപ്പീറ്റേറ്റീവ് ഡോസ് അതായത് റിലീസ് ഓഫ് മെഡിസിൻസിനെ ബേസ് ചെയ്തിട്ട് സസ്റ്റെയിൻഡ് ആൻഡ് റിപ്പീറ്റീവ് ഡോസിങ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രഗ് കാരിയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ടാർഗറ്റഡ് ഡെലിവറി എനേബിൾ ചെയ്യുന്നുണ്ട്. സൈഡ് എഫക്ട്സ് റെഡ്യൂസ് ചെയ്യും. സിസ്റ്റമിക് ഡ്രഗ് എക്സ്പോഷർ മിനിമൈസ് ചെയ്തുകൊണ്ടാണ് സൈഡ് എഫക്ട്സ് അവിടെ റെഡ്യൂസ് ചെയ്യുക. പേഷ്യൻറ്റ് കോംപ്ലയൻസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ പോളിമർ ഡ്രഗ് കോൺജുഗേറ്റ്സ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഡിസീസസ് ആണ് റുമൈറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഡയബറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി, ക്യാൻസർ, ഇസ്കീമിയ. പിന്നെ നോവൽ ബയോ ഫാർമസ്യൂട്ടിക്കൽസിലും ലോങ് ടേം തെറാപ്യൂട്ടിക് സക്സസിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. കൺട്രോൾഡ് ഡ്രഗ് റിലീസിനും അതേപോലെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് യൂസ് ചെയ്യും. കെമിക്കൽ മോഡിഫിക്കേഷൻ അത് പൊട്ടൻഷ്യലാണ്. ലീനിയർ ആയിട്ടോ ബ്രാഞ്ച് ചെയിൻസ് പോളിമേഴ്സ് ആയിട്ടോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനേർട്ട് കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സസ്റ്റെയിൻഡ് ആൻഡ് റിപ്പീറ്റേറ്റീവ് ഡോസിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൈഡ് എഫക്ട്സ് റെഡ്യൂസ് ചെയ്യും. ടാർഗറ്റഡ് ഡെലിവറി അലൗ ചെയ്യുന്നുണ്ട്. പേഷ്യൻറ്റ് കോംപ്ലയൻസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡിസീസസ് പറയുക. നോവൽ ബയോ ഫാർമസ്യൂട്ടിക്കൽസിലും ലോങ് ടേം തെറാപ്യൂട്ടിക് സക്സസിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്. അടുത്തത് അപ്ലിക്കേഷൻസ് ആണ്. പോളിമേഴ്സിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെഡിസിനിൽ അപ്ലിക്കബിൾ ആണ്. അതായത് ബയോ മെറ്റീരിയൽസ് ആയിട്ടുള്ള ഹാർട്ട് വാൾവ് റീപ്ലേസ്മെൻറ്റിലും ആർട്ടിഫിഷ്യൽ ബ്ലഡ് വെസൽസിലൊക്കെ യൂസ് ചെയ്യും. എക്സാമ്പിളാണ് ടെഫ്ലോണും ഡാക്രോണും. കൺസ്യൂമർ സയൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് വൈഡ്ലി കണ്ടെയ്നേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, എക്കണോമിക്കലാണ്, ട്രഡീഷണൽ കണ്ടെയ്നേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ചീപ്പർ ആയിരിക്കും. ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഓട്ടോമൊബൈൽ പാർട്സിലൊക്കെ അപ്ലിക്കബിൾ ആണ്. പൈപ്പ്, ടാങ്ക്, പാക്കിംഗ് മെറ്റീരിയൽ, അഡ്ഹസീവിലൊക്കെ അപ്ലിക്കബിൾ ആണ്. അതേപോലെ ഡ്യൂറബിലിറ്റിയും കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും വേഴ്സറ്റൈലിറ്റി അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പോർട്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പ്ലേ ഗ്രൗണ്ട് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഗോൾഫ് ക്ലബ്ബ്, സ്വിമ്മിംഗ് പൂൾ, പ്രൊട്ടക്റ്റീവ് ഹെൽമെറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് സ്ട്രെങ്ത്തും ഫ്ലെക്സിബിലിറ്റി സേഫ്റ്റിയൊക്കെ എൻഷുവർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ആപ്ലിക്കേഷൻസ് കൺട്രോൾഡ് റിലീസ് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിലുള്ള ആപ്ലിക്കേഷൻസിൽ ഓരോന്നുമായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഒക്കുലർ ഡ്രഗ് ഡെലിവറി, അതായത് ഐ ഇംപ്ലാൻസിൻ്റെ കേസിൽ. ഇപ്പോൾ ഗ്ലൂക്കോമേൻ്റെ ഒക്കെ കണ്ടീഷൻ്റെ കേസ് ആണെങ്കിൽ ഡ്രഗ്സ് ഡെലിവറി ചെയ്യുന്നത് ഇപ്പോൾ ഐ ഡ്രോപ്സ് വഴിയോ അല്ലെങ്കിൽ ഓയിൻമെൻറ്റ്സ് പോലെയുള്ള കൺവെൻഷണൽ മെത്തേഡ്സ് വഴിയൊക്കെ ആണെങ്കിൽ അതിപ്പോൾ ഇൻഎഫിഷ്യൻ്റ് ആണ്. ഐയിലോട്ട് ഡ്രഗ് ഡെലിവറി ചെയ്യാൻ ഈ ഒരു ഐ ഡ്രോപ്സ്, ഓയിൻമെൻറ്റ്സ് അങ്ങനത്തെ കൺവെൻഷണൽ മെത്തേഡ്സൊക്കെ ഇൻഎഫിഷ്യൻ്റ് ആണ്. പോളിമറിക് ഇംപ്ലാൻസ് ആണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പോളിമറിക് ഇംപ്ലാൻസ് നമ്മുടെ ലോവർ കൺജക്റ്റിവൽ സാക്കിൽ അണ്ടർ ലോവർ കൺജക്റ്റിവൽ സാക്കിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിളാണ് പിലോകാർപ്പിൻ ഈസ് എംബഡഡ് ഇൻ ആൻ ആൽഗിനിക് ആസിഡ് മെട്രിക്സ്. അതായത് ആൽഗിനിക് ആസിഡ് മെട്രിക്സിൽ പിലോകാർപ്പിൻ എംബഡ് ചെയ്തിട്ടുണ്ട്. അതിനെ സാൻഡ്വിച്ച് ചെയ്തിരിക്കുകയാണ് ബിറ്റ്വീൻ എത്തിലിൻ കോ വിനൈൽ അസറ്റേറ്റ് പോളിമർ ലെയേഴ്സ്. അപ്പോൾ 2 എത്തിലിൻ കോ വിനൈൽ അസറ്റേറ്റ് പോളിമർ ലെയേഴ്സിൻ്റെ ഇടയിൽ ആൽഗിനിക് ആസിഡ് മെട്രിക്സ് അതിൽ പിലോകാർപ്പിൻ എംബഡ് ചെയ്തിരിക്കുന്നത് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു സാൻഡ്വിച്ച് പോലെ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് എക്സാമ്പിൾ വരുന്നത്. ഇംപ്ലാന്റേഷന് ശേഷം അത് ഡ്രഗ് റിലീസ് ചെയ്തത് 20 mg/h അല്ലെങ്കിൽ 40 mg/h ഫോർ 7 days ആണ്. അതാണ് ഡ്രഗ് റിലീസ് അവിടെ നടക്കുന്നത്. ഇനി ട്രാൻസ്ഡെർമൽ പാച്ചസിൽ അപ്ലിക്കബിൾ ആണ്. സിസ്റ്റമിക് ഡ്രഗ് ഡെലിവറിക്ക് യൂസ് ചെയ്യുന്നുണ്ട് ത്രൂ സ്കിൻ അബ്സോർപ്ഷൻ. പാച്ചിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതിനൊരു മെറ്റാലിക് ബാക്കിംഗ് ലെയർ ഉണ്ടായിരിക്കും. അത് ഡ്രഗ് ലോസ് പ്രിവെൻറ്റ് ചെയ്യും. അതേപോലെ ഇംപെർമിയബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഡ്രഗ് റിസർവോയർ ഉണ്ടായിരിക്കും മെഡിസിൻ കണ്ടെയ്ൻ ചെയ്യുന്നത്. റേറ്റ് കൺട്രോളിംഗ് മെംബ്രെയിൻ ഉണ്ടായിരിക്കും, അത് ഡ്രഗ് റിലീസിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അഡ്ഹസീവ് ലെയർ ഉണ്ട്, പാച്ച് സ്കിന്നിലോട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യുന്നുണ്ട്. പിന്നെ പോളിമേഴ്സ് ആയിട്ട് സോളിഡ് പോളിമർ മാട്രിക്സ് ഓർ അക്രിലിക് കോ പോളിമേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഡ്രഗിനെ ഡിസോൾവ് ചെയ്യാനും ഡിസ്പേഴ്സ് ചെയ്യാനും. അപ്പോൾ ഇതാണ് ട്രാൻസ്ഡെർമൽ പാച്ചസ്. അടുത്തത് എക്സ്റ്റെൻഡഡ് റിലീസ് ഡോസേജ് ഫോംസിൽ യൂസ് ചെയ്യുന്നുണ്ട്. സിസ്റ്റമിക് ഡ്രഗ് ലെവൽസ് തെറാപ്യൂട്ടിക് റേഞ്ചിൽ അതിനെ പ്രൊലോങ് ചെയ്യുന്നുണ്ട്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഡോസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പേഷ്യൻ്റ് കോംപ്ലിയൻസ് കൂട്ടാനും സാധിക്കും. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പോളിമേഴ്സ് ആണ് വാട്ടർ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള അമോണിയം എഥാക്രിലേറ്റ് കോ പോളിമേഴ്സും സെല്ലുലോസും. ഡെറിവേറ്റീവ്സ് ആണ് ഈഥാൽ സെല്ലുലോസ്, സെല്ലുലോസ് അസറ്റേറ്റ്. പോളിവിനൽ ഡെറിവേറ്റീവ്സ് ആണ് പോളിവിനൽ അസറ്റേറ്റ്. ഗ്യാസ്ട്രോ റിട്ടൻറ്റീവ് ഡോസേജ് ഫോംസ് ഉണ്ട്, അത് ഗ്യാസ്ട്രിക് റെസിഡൻസ് ടൈം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്ന പോളിമേഴ്സ് ആണ് മ്യൂക്കോ അഡ്ഹസീവ് പോളിമേഴ്സ്, അത് സ്റ്റൊമക്കിലെ മ്യൂക്കസ് ലൈനിങ്ങിലോട്ട് അഡ്ഹർ ചെയ്യുന്നുണ്ട്. ലോ ഡെൻസിറ്റി പോളിമേഴ്സ് യൂസ് ചെയ്യും, ഗ്യാസ്ട്രിക് കണ്ടന്റിൽ ഫ്ലോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് ലിമിറ്റഡ് സക്സസ് ആയിരിക്കും ഗ്യാസ്ട്രിക് റിട്ടൻഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ. നാനോ പാർട്ടിക്കിൾസിൽ യൂസ് ചെയ്യും, സൈസ് റേഞ്ച് 10 to 1000 നാനോമീറ്റർ ആണ്. ഇത് ഡ്രഗ് ഒന്നെങ്കിൽ പോളിമറിക് മെട്രിക്സിലോട്ട് എൻട്രാപ്പ് ചെയ്തിട്ടോ അറ്റാച്ച് ചെയ്തിട്ടോ ഡിസോൾവ് ചെയ്തിട്ടോ ആണ് കാണുന്നത്. എക്സാമ്പിൾസ് ആണ് സിന്തറ്റിക് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ് ആണ് യൂസ് ചെയ്യുക. അതിന് എക്സാമ്പിൾസ് ആണ് പോളിലാക്ടൈഡും പോളിലാക്ടൈഡ് കോ ഗ്ലൈക്കൊലൈഡും. അപ്പോൾ ഇത്രയാണ് നമുക്ക് പോളിമേഴ്സിൽ പഠിക്കാനുള്ളത്. എന്താണ് പോളിമേഴ്സ് നമ്മൾ നോക്കി, അതിൻ്റെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സും ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ് 4 ടൈപ്പ് നോക്കി, അഡ്വാൻറ്റേജസും ആപ്ലിക്കേഷൻസ് ഓഫ് പോളിമേഴ്സും. അത് സാധാ രീതിയിൽ നമ്മൾ ആപ്ലിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. കൺട്രോൾഡ് റിലീസ് ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൻ്റെ കേസിലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് നമുക്ക് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ NDDS പഠിക്കുന്ന ഓരോ ചാപ്റ്റേഴ്സിലും നമ്മൾ ഫുൾ പോളിമേഴ്സ് യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ എഴുതാവുന്നതാണ്. 10 മാർക്കായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫിക്കേഷൻ എടുത്ത് ചോദിക്കാറുണ്ട് 2 മാർക്കിനും 5 മാർക്കിനൊക്കെ ആയിട്ട്. അപ്പം മിസ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.